ജിസേലിന്റെ അമ്മ വന്നതിന് ശേഷം ആര്യൻ ആകെ തളർന്നു പോയിരിക്കുകയാണ്. അതെ, എന്താണ് പുറത്ത് ഇത്രമാത്രം നെഗറ്റീവ് ആണോ? അമ്മ അധികം ഒന്നും വിട്ട് പെരുമാറുന്നുമില്ല, ഒന്നുമില്ല. ജിസേലും ആകെ തകർന്ന അവസ്ഥയിലാണ്. അതെ, ആ ഒരു സമയത്താണ് ആകെ ഡൗൺ ആയിരിക്കുമ്പോഴാണ് ആര്യന്റെ അമ്മയും മൂത്ത സഹോദരനും വീട്ടിലേക്ക് വരുന്നത്. അവർ വന്ന് വളരെ എല്ലാം കുറച്ചും കൂടെ ഒന്ന് ചിയർഫുൾ ആയിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഹിന്റ് കൊടുത്തോ ഇല്ലയോ? ആര്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ ഇല്ലയോ? അതോ റൂൾസ് പേടിച്ച് ബിഗ് ബോസ് അയ്യോ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ കൂടുതൽ ഹിൻ്റൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് പറയാതിരുന്നോ? എല്ലാം പറയാം. പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒറ്റയ്ക്ക് കളിക്കുമെന്നുള്ളത് കണ്ടറിയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ആര്യൻ തളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കാര്യം ജിസേലിൻ്റെ അമ്മ കുറച്ച് നല്ല രീതിയിൽ തന്നെ ആര്യനെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. കാര്യം പ്രോബ്ലം ഉണ്ട്. പക്ഷേ അമ്മയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ ഡയറക്റ്റായിട്ട് അങ്ങ് പറയായിരുന്നു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്തായാലും ഇത്രയും ആൾക്കാർ പോയില്ലേ, നീ വേറെ ഇതിൽ കിടക്ക്, കംഫർട്ടബിൾ ആയിട്ട് കിടക്ക്, എന്തിനാ വെറുതെ ഒരാവശ്യമില്ല സുഖമായിട്ട് കിടക്കാന്നൊക്കെ പറയുന്നുണ്ട്. പറയാതെ പറയുക പലതും, മനസ്സിലായില്ല? എന്തിനാ വെറുതെ ഇങ്ങനെ പറയാതെ പറയാണ്. കുറച്ച് കാര്യം അവർക്ക് അത് വിഷമം ഉണ്ടാവും. കാര്യം ഇങ്ങനെയൊക്കെ കിടന്ന് പറയുമ്പം ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവില്ല. അവരും ഫാമിലി അല്ലേ, അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? അതാണ് അമ്മ കാണിക്കുന്നത്. നമുക്കൊരിക്കലും അയ്യോ അമ്മ അങ്ങനെ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാണ് ജിസേലിൻ്റെ അമ്മ അവർ റിയലായിട്ട് വന്ന് നിന്ന് അവർ കാണിച്ചതാണ് അവരുടെ വിഷമം. അത് ജിസേൽ മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ആര്യൻ്റെ അമ്മ, അപ്പോൾ ഇവിടെ ആര്യൻ്റെ അമ്മയും സഹോദരൻ വരുന്നതിന് മുന്നേ തന്നെ ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിക്കുകയാണ്. എന്താ ആര്യൻ, ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് വരുന്നതെന്ന് അറിയാമോ? അത് അമ്മയും അച്ഛനും ആയിരിക്കും. എന്ത് പറ്റി ആകെ വിഷമം? അല്ല, ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എനിക്കിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ആര്യൻ ഇങ്ങനെ ഡൗൺ ആയിട്ടും ഒരു 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 വിഷമം പോലെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നു എനിക്ക്. അപ്പോൾ ആര്യൻ പറഞ്ഞു എനിക്ക് ജിസേലിൻ്റെ അമ്മ വന്ന ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീലിംഗ് വരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ആര്യൻ്റെ ബ്രദർ, അതായത് മൂത്ത സഹോദരൻ സ്റ്റോർ റൂമിൽ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ പുറത്തേക്ക് വരുന്നു, എല്ലാവരും പരിചയപ്പെടുന്നു. അപ്പോഴാണ് ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത്. അയ്യോ വിഷമം വരുന്നൊരു പാട്ടാണ് കേട്ടോ. അഭി മുജ്മേ കഹി തോടി ബാക്കി ഹേ യേ സിന്ദഗി. അമ്മേ, എനിക്ക് ആ പാട്ട് കേട്ട് കരച്ചിൽ വന്നു. പാട്ട് കേട്ട് കരച്ചിൽ വന്നു. അപ്പം ആ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അമ്മ വരുന്നത്, പാട്ട് കേട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ വരുന്നു. അപ്പോൾ ആര്യൻ കൺഫെഷൻ റൂമിൽ നിന്ന് പോകുന്നു. അമ്മ ആദ്യം കയറി വരുമ്പോൾ കാണുന്ന അനുവിനെയാണ്. അനുവിനെ കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ ഭയങ്കര നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നോക്കിക്കേ, എന്താണല്ലേ അനുവാണ് ആര്യനും ജിസേലിനും എഗൻസ്റ്റ് ആയിരുന്നത്. പക്ഷെ നോക്കിക്കേ, ആ ഒരു അത്രേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗെയിം. സോ പുറത്തുള്ള ആൾക്കാരും ഇങ്ങനെ കിടന്ന് അടികൂടാതെ അത് ഗെയിമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് വിട്ടുകൂടെ? എന്താണ് പുറത്ത് കിടന്നിട്ട് വഴക്കും ബഹളവും, ആർമി ആ ആർമി ഈ ആർമി, എന്തോന്ന്? അവർ കളിച്ച് അവർ വിന്നേഴ്സായിട്ടോ അല്ലെങ്കിൽ അവർ പൊക്കോളും. നിങ്ങൾക്ക് എന്തെന്നാണ് ഇത്രയ്ക്ക് പ്രശ്നം? അവർ കളിക്കുന്നതനുസരിച്ച് നിങ്ങൾ അവരെ ഇതാക്കുക, അല്ലാതെ കിടന്ന് അപ്പുറത്തെ ആർമിയാണ് ഈ ആർമിയാണ് ആ ആർമിയാണ് അങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ ആര്യൻ്റെ അമ്മയും അനുവും ഒക്കെ കെട്ടിപ്പിടിക്കുക. അവർക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇതൊക്കെ ഒരു ജസ്റ്റ് ഗെയിമായിട്ട് കണ്ടുപിടിക്കുക, കാണുക, പറയുക, എൻജോയ് ചെയ്യുക, വിടുക, അത്രേ ഉള്ളൂ. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ജിസേലിൻ്റെ അമ്മയും ജിസേലും അവിടെ ഇരിപ്പുണ്ട്. ആദിലും നൂറേനെയും ആര്യൻ്റെ അമ്മി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മൈ ഡോട്ടേഴ്സ് ഓൾവേസ് വെൽക്കം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ജിസേൽ അമ്മ നിൽപ്പുണ്ട്, മമ്മിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഹായ് നമസ്തേ ഹൗ ആർ യു എന്ന് ആര്യൻ്റെ അമ്മ ചോദിക്കുമ്പം ജിസേലിൻ്റെ അമ്മ ഐ ആം ഫൈൻ ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം നമുക്ക് അങ്ങനെ ഒരിക്കലും നമുക്ക് അവരെ അങ്ങനെ അടിച്ചതാക്കി പറയാൻ പറ്റില്ല. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആണ്. നമുക്കൊരിക്കലും അയ്യോ അവരെന്താ ഇങ്ങനെ, അത് അവരുടെ ഇതാണ്, അവർക്ക് വിഷമം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഇതാക്കുമ്പോഴേ നമുക്ക് വിഷമം വരുള്ളൂ, മനസ്സിലായില്ലേ? സോ പിന്നെ അവർ പാച്ചപ്പായി, അവർ സന്തോഷമായി, അവരെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ തന്നെ പോയത്. ജിസേലിന് ഭയങ്കര വിഷമമായി. കാര്യം അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ എന്തോ ഉണ്ട്, പുറത്ത് എന്തോ ഉണ്ട്. അത് നന്നായി ആ ഒരു ഫീലിംഗ് വന്നത്. ആ ഒരു ഫീലിംഗ് വരണം. നമുക്കൊരു പേടി ഉണ്ടാവണം. നമുക്കിവിടെ വന്ന് നിന്ന് ബിഗ് ബോസിൽ നമുക്കൊരു ഭയം ഉണ്ടാവണം, കുറച്ചൊക്കെ ഉണ്ടാവണം. തീരെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നത്. കുറച്ചൊക്കെ നമുക്കുണ്ടാവണം. അത് ആൾക്കാർ കാണുന്നതാണ്, ആൾക്കാർ പല രീതിയിൽ ജഡ്ജ് ചെയ്യും എന്നൊക്കെ ഉണ്ടാവണം, മനസ്സിലായില്ലേ? അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് നമ്മുടെ ആര്യൻ പോവുകയാണ്. ആര്യൻ്റെ ആക്ടിവിറ്റി ഏരിയ എൻ്റെ ദൈവമേ, ചിരിച്ച് നിങ്ങൾ ലൈവിൽ കാണണം കേട്ടോ. സത്യമായിട്ടും ലൈവിൽ എന്താണ് സ്പൈക്കുട്ടനാണ് നമ്മുടെ ഇത് എന്താണ് പസില് അത് ക്ലിയർ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ക്ലിയർ ഓരോ പോസൊക്കെ കൊടുക്കണം കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു കോമഡിയാണെന്നറിയാം. അത് കഴിഞ്ഞ് അടുത്തത് ബിസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ മുഖത്തെ മൂവ്മെൻറ്റ്സ് വെച്ച് വായിൽ കൊണ്ടുവരണം. അതൊക്കെ കോമഡി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആരും തിരിച്ചെത്തുന്നു. അത് കഴിഞ്ഞ് ജിസേൽ അതിൻ്റെ ഇടയിൽ കൂടെ ജിസേലിന് ഭയങ്കര ബുദ്ധിമുട്ട്. ജിസേൽ അവിടെ സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ പുറത്തൊക്കെ ഒക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് ആരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യം വരുന്നുണ്ട്. ആര്യം വന്ന് അമ്മേനെയും ചേട്ടനെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചേട്ടൻ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് കേട്ടോ.
ചേട്ടൻ. ആ പയ്യന് 26 വയസ്സായെന്ന് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ആര്യൻ അത് ആ പ്രായം എത്തുമ്പോൾ ഇതുപോലെ ആവും. വളരെ ആര്യന് ജസ്റ്റ് ഓപ്പോസിറ്റ്, കാം ആൻഡ് കമ്പോസ്ഡ്. അതെ, ഞാൻ ഞെട്ടിപ്പോയോ. ആര്യൻ്റെ ചേട്ടൻ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആൻഡ് ഒരു കറക്റ്റ് ആ ഒരു മെച്യൂരിറ്റി എത്തിയ ഒരു പയ്യൻ. നല്ലൊരു ആര്യന് ആ ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ആര്യൻ സൂപ്പറായിരിക്കുമായിരുന്നു. കാര്യം ബിക്കോസ് ആര്യൻ ബാക്കി എല്ലാത്തിനും സൂപ്പറാണ്. ആര്യൻ എല്ലാത്തിനും സൂപ്പറാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ഇമ്മച്ചുവറായിട്ട് പെരുമാറുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജിസേലിൻ്റെ അമ്മ ആര്യൻ്റെ അമ്മേനെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ആര്യൻ്റെ അമ്മ ബിന്നിനെയും നൂബിനും ഒക്കെ ബ്യൂട്ടിഫുൾ കപ്പിൾ, എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 ഡോട്ടേഴ്സായി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, ആദിലയും നൂറേനെയും. അങ്ങനെ ഇങ്ങനെ ആദിലയും നൂറേനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ ജിസേലിനെ ഒന്നും പറയുന്നില്ലേ, ജിസേലിനെ ജിസേൽ വേറെയാണ് എൻ്റെ ഫ്രണ്ടിനെ പോലെ. അപ്പോൾ അതങ്ങോട്ട് വൈബ് അങ്ങോട്ട് സെറ്റ് ആവണില്ല കേട്ടോ ആര്യനും ജിസേലിനും. ഇങ്ങനെ അല്ലല്ലോ നമ്മുടെ അച്ഛനും അമ്മമാരും ഭയങ്കര സ്നേഹം വരേണ്ടതല്ലേ, എന്തൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്. എടാ എന്ത് വേണം നമ്മൾ പ്രതീക്ഷിച്ച് വേണം നമ്മൾ നിൽക്കാൻ ബിഗ് ബോസ് വീട്ടിൽ, മനസ്സിലായില്ലേ? അപ്പോൾ പ്ലാച്ചിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അനു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ആര്യൻ്റെ അമ്മ രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് അനുമോളെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ദൈവമേ, എല്ലാവരും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര്യൻ്റെ ബ്രദർ, എന്താണ് നീ മലയാളം സംസാരിക്കാത്തത്? ആര്യൻ്റെ ബ്രദർ കുറച്ച് ഇതാണ് കേട്ടോ, എന്താണ് നീ മലയാളം സംസാരിക്കാത്തത്? അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അനീഷ് ചോദിക്കുന്നുണ്ട്, ചേട്ടന് സീരിയസ് ആണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഓരോ സ്പെക്ട്രം ഉണ്ട്, ആ സ്പെക്ട്രത്തിനനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ റിവേഴ്സ് സൈക്കോളജി, അതായത് മമ്മി പറഞ്ഞിട്ടുണ്ട് ഇവർ വീട്ടിനകത്താണ് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളിരിക്കുക എന്നൊക്കെ പറയുന്നു. ഈ ആര്യനും അമ്മയും മമ്മിയും ആര്യൻ്റെ ബ്രദറും കൂടെ പോയി ഒറ്റയ്ക്കിരിക്കുന്നു. ആര്യന് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ആര്യൻ്റെ അമ്മയ്ക്കും ബ്രദറിനും ഒന്നും പറയാനില്ലടാ. അത് അവർ സത്യം പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ പറയണം, പുറത്തെ കാര്യം പറയണ്ട, പക്ഷേ ഇമ്പ്രൂവ്. അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഹോസ്റ്റലിൽ വന്ന പോലെയാണ്, താരേ സമീൻ പൽ പോലെയാണെന്ന്. അപ്പം ബ്രദർ പറയുന്നത് താരേ സമീൻ പർ പോലെയൊന്നും അല്ല, വേറെയാണ്. അപ്പം നീ എന്താ കരയാത്തടാ നമ്മളെ കണ്ടിട്ട്? ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം മമ്മി ആദ്യം തന്നെ ബഡോക്കെ സാറിനെ നേരെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കരുത്, ക്രോസിലേക്ക് ഇത് ഇരിക്കരുത്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രദർ, നമ്മൾ കൊച്ചിയിലല്ല, നമ്മൾ കേരളത്തിലാണ്, സോ നീ മലയാളം സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ് ഇവിടെ ആദിലയും നൂറയും ജിസേലും കൂടെ സംസാരം. ജിസേൽ എന്താണോ ടെൻഷനായിട്ടാണ് മമ്മി കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ മമ്മിയെ കണ്ട ശേഷം. മമ്മിയാണെങ്കിൽ ആര്യന് കാല് തൊട്ട് തൊഴാൻ പോലും നിന്നില്ല. മമ്മി ഭയങ്കരമായിട്ട് ഇത് കാണിക്കും. മമ്മി ആര്യനെ വല്ലതും പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ചാലും പസിലൊന്നും ചെയ്യാത്തത്. അപ്പോൾ ആദില പക്ഷേ എവിടൻ്റാണ് ജിസേൽ, എന്തോ പ്രശ്നമുണ്ട്, എവിടൻ്റാണ് ഓക്കെ ജിസേൽ. അപ്പോൾ ആര്യന് 27 വയസ്സുണ്ട്, പുതിയ കണ്ടുപിടുത്തം ജിസേലിൻ്റെ. അപ്പം ആദില 23 അവന് 23. അപ്പം ബ്രദർ പറയണേ, ജിസേൽ ടക്രാൾ എന്തുകൊണ്ട് വിശേഷം? അപ്പം അല്ല ആര്യൻ്റെ വയസ്സ് എത്രയാണ്, ചേട്ടൻ്റെ വയസ്സ് എത്രയാണ്, ചേട്ടൻ്റെത് നിങ്ങളുടെ വയസ്സ് എത്രയാണ്? അപ്പോൾ ബ്രദർ പറയുന്നു എനിക്ക് 26, നമ്മൾ 2.8 വ്യത്യാസമുണ്ട്. ഓക്കെ അതൊന്ന് ജിസേൽ വയസ്സൊക്കെ ഇത്ര ഇരിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആര്യൻ ചോദിക്കുന്നുണ്ട്, അവർ 3 പേരും കൂടെ ഒന്നിച്ചിരിക്കുമ്പം ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ, പറ. ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞുകൂടെ? ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലടാ. ബി നീറ്റ് അമ്മ, ബി നീറ്റ്, മേക്ക് യുവർ ബെഡ്, നെവർ ലൂസ് യുവർ കൂൾനെസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് മനസ്സിലാവാനാണ്? ഇങ്ങനെയല്ല പറയേണ്ടത്, കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയല്ല പറയേണ്ടത്. മേക്ക് യുവർ ബെഡ് എന്നൊക്കെ ആരും ഒന്നും മനസ്സിലാവില്ല. അത് മനസ്സിലായില്ലേ? അപ്പോൾ ബ്രദർ, നമ്മളെല്ലാവരും പ്രൗഡാണ്. നീ എങ്ങനെയൊക്കെ ആണെങ്കിലും, ഇങ്ങനെയൊക്കെ പറയണേ, എങ്ങനെയൊക്കെ ആണെങ്കിലും ആയിക്കോട്ടെ, നീ പ്രൗഡാണ്, നമ്മൾ പ്രൗഡാണ്. നീ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ മറക്കത്തില്ല, ഞാൻ മറക്കത്തില്ല, ജയിച്ചാലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഹിൻ്റ് എടുക്കാൻ ആയിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ജിസേലപ്പം സംതിങ് അൺകംഫർട്ടബിൾ അപ്പുറത്തിരുന്നുണ്ട്. നിവിൻ അച്ചാർ ഒളിപ്പിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അത് കഴിഞ്ഞ് അനു ആര്യൻ്റെ അമ്മയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, കൈ കോർത്ത് പിടിച്ചിട്ട്. മമ്മി ലഡു വേണോ? ലഡു ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഓൺലി ഷുഗർ കട്ടാണ്, ഞാൻ ഓൺലി ഹെൽത്തി. കാജു കട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ശരി. അതിനുശേഷം ജിസേൽ വരുന്നു. ജിസേൽ ഇപ്പോഴത്തേക്കും വെള്ളം കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ അനു മാത്രം പോരല്ല, ഞാനും വേണമല്ലോ. ജിസേലിന് ഭയങ്കര വിഷമം. അമ്മ വെള്ളം. ഓക്കെ. ആര്യൻ ഫുൾ ക്രിക്കറ്റാണ്, 1000 ട്രോഫീസ് ഉണ്ട് വീട്ടിൽ, ബാച്ച് ടോപ്പറാണ്. പക്ഷേ എന്താണോ എന്നറിയില്ല ഇവിടെ എങ്ങനെയെന്ന്. പാവോടാ, സെൻസിബിൾ ബോയ് ആണ്, പക്ഷെ എന്താണെന്നറിയില്ല ഇവിടെ ഇങ്ങനെ. ഫുൾ ഹെൽത്തിയേ ഞാൻ കഴിക്കത്തുള്ളൂ, ബീറ്റ്റൂട്ട് ജ്യൂസ്, കീമ, റോ പപ്പായ സാലഡ്, അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരും ചോദിക്കുന്നുണ്ട്, അമ്മ ആരെങ്കിലും എന്നെ പുറത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ, ജഡ്ജ് ചെയ്യുന്നുണ്ടോ? ഒന്നും പറയില്ല. ഒന്നും പറയണ്ട, ക്രിട്ടിസൈസോ നെഗറ്റീവോ ഒന്നും പറയണ്ട. പക്ഷേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. മേക്ക് യുവർ ബെഡ് 1 and on 1 ബെഡ്, അതായത് 2 പേർക്കും സെപ്പറേറ്റ് ബെഡ് ഉണ്ടാക്കാനായിരിക്കും പറയണത്. മേക്ക് യുവർ 1 on 1 ബെഡ്. പിന്നെ
പ്ലേ ഇൻഡിവിജ്വലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ജിസേൽ ഇത് തന്നെയാണ് എൻ്റെ അമ്മയും പറഞ്ഞത്, ഫിനാലെ ഫോക്കസ് ചെയ്യൂ, ഫിനാലെ ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ വിരാട് കോഹ്ലിയെ പോലെയാണോ കളിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം അമ്മ യെസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആര്യൻ്റെ അമ്മയും അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ ആര് വരുന്നത്? നമ്മുടെ അനുക്കുട്ടിയുടെ വീട്ടുകാർ. അതിൻ്റെ വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബായ്.